പ്രിയ സുഹൃത്തുക്കളെ, എന്നോട് ചാവറ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ വളരെ കാലമായി ഇതുപോലെ ഒരു പ്രസംഗം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ട്, പക്ഷേ കോഴിക്കോടും എറണാകുളവും തമ്മിലുള്ള ദൂരം പണ്ടേയുള്ള ദൂരമാകയാൽ എനിക്ക് ആ ദൂരത്തെ ഭയം ഉള്ളതുകൊണ്ട് എപ്പോഴാണ് ഒരു പ്രസംഗം ചെയ്യുവാൻ അവിടെ നിന്ന് ഇവിടെ എത്താൻ സാധിക്കുക എന്ന് ഉറപ്പിച്ചു പറയാൻ അടുത്ത കാലത്തൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ എപ്പോഴും ഈ പ്രസംഗം എന്നുള്ള ഒരു ഏർപ്പാടിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തോട് വിരോധമുണ്ടെങ്കിൽ അത് പ്രസംഗമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആര് പ്രസംഗിക്കാൻ ചോദിച്ചു വന്നാലും എൻ്റെ സ്വാഭാവികമായ ആദ്യത്തെ മറുപടി വയ്യ, അന്ന് വേറെ തിരക്കുണ്ട് എന്ന് പറയലാണ്. ആ മട്ടിൽ ഒഴിയാൻ കഴിയാതെ വന്നുപോയി ചാവറ കേന്ദ്രത്തിലെ പ്രവർത്തകരുടെ നിർബന്ധപൂർവമായ അപേക്ഷയുടെ നിരന്തരത്വം കൊണ്ട് ഇവിടെ നിന്ന് അവർ കോഴിക്കോട് വരെ വന്ന് പ്രസംഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഉപായത്തിൽ ഇങ്ങനെ ഒരു തീയതി പറയുകയും അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമാകണം എന്ന് പറഞ്ഞതിനാൽ ആ സംസ്കാരത്തെ പഠന സൗകര്യത്തിന് വേണ്ടി 2-3 തിരിച്ച് ഒരു നിർദ്ദേശം അവതരിപ്പിക്കുകയും ചെയ്തത് അവർ സ്വീകരിച്ച് ആ മട്ടിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ വന്നു നിൽക്കുന്നത്. ഞാൻ സത്യത്തിലൊരു സാമാന്യം ചെറിയൊരു സദസ്സിനെയാണ് കരുതിയത്. ഇവിടെ കുറച്ചുകൂടെ വലിയൊരു സദസ്സ് കാണുകയാണ്. ഏതായാലും ഈ വിഷയത്തിന് ഒരു പോരായ്മയുണ്ട്. ഈ ഭാരതീയ സംസ്കാരം എന്നുള്ള വിഷയത്തിന് അത് സർവർക്കും അറിയാം എന്ന് കരുതപ്പെടുന്നതും എല്ലാവരും എത്രയോ കാലമായി ചർച്ച ചെയ്ത് പോന്നിട്ടുള്ളതും ആയതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു നൂതനത്വം ഉണ്ടാക്കുക പ്രയാസമാണ്. ആരും അറിയാത്ത ഒരു വിഷയം, ഒരു ശാസ്ത്രീയ വിഷയം പുതുതായി പ്രതിപാദിക്കുകയാണെങ്കിൽ അത് പ്രാസംഗികന് ഇത്രയും സൗകര്യമുള്ള ഒരു ഏർപ്പാട് വേറെയില്ല. പുതിയ വിഷയമാണ്. തെറ്റു വന്നാൽ പോലും പ്രാസംഗികന് പോലും തെറ്റാണെന്ന് മനസ്സിലാകേണ്ട സമയമായിട്ടില്ല. അത്ര പുതുക്കമാകയാൽ തെറ്റും വരുത്താം. നേരെ മറിച്ച് ഭാരതീയ സംസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ ശ്രോതാക്കൾക്ക് മിക്കവാറും ഒരു ആന്തരമായ ഒരു ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെ എല്ലാ തെറ്റുകളും പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ആപൽക്കരമായ ഒരു വിഷയത്തിലാണ് ഞാനിപ്പോൾ ചെന്ന് വീണിട്ടുള്ളത്. ഈ വിഷയത്തിൻ്റെ മറ്റൊരു പോരായ്മയല്ല, ബുദ്ധിമുട്ട്, ഭാരതീയ സംസ്കാരത്തെപ്പറ്റി എഴുതപ്പെട്ടിട്ടുള്ള കൃതികൾ കൂടുതലും ഇംഗ്ലീഷിലും എഴുതിയവർ കൂടുതലും ഭാരതീയ സംസ്കാരത്തിൻ്റെ തായ്വേരുകളെ നേരിട്ടുള്ള ഭാഷാനാളിയിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്തവരും ആകയാൽ ഭാരതീയ സംസ്കാരത്തെ പറ്റിയുള്ള സാമാന്യ ധാരണകൾ പലപ്പോഴും തിരുത്തപ്പെടേണ്ടതാണ്. തിരുത്തപ്പെടാതെ കിടക്കുന്നുമുണ്ട്. അതുകൊണ്ട് പുതിയ മട്ടിൽ വല്ല അഭിപ്രായവും പറയുമ്പോൾ അതിന് ലോക പണ്ഡിത മേഖലയിലുള്ള അംഗീകാരം ഉണ്ടാകുമോ എന്ന് ഇത്തരം ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരും മാത്രമായി പരിചയം നേടിയ ആളുകൾക്ക് പ്രയാസമുണ്ടായിരിക്കും. അങ്ങനെ അതിന് മറ്റൊരു കുഴപ്പവുമുണ്ട്. സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതുതന്നെ മതി ഒരു ദിവസത്തെ പ്രസംഗത്തിന്. സംസ്കാരം എന്ന് വെച്ചാൽ എന്ത് എന്ന് ചോദിച്ച് 1 മണിക്കൂർ ഉത്തരം പറഞ്ഞിട്ട് പിറ്റേത്തെ ദിവസവും സംസ്കാരം എന്നാൽ എന്താണ് എന്ന് നമുക്ക്
സൗകര്യമായി ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭാരതീയ സംസ്കാരം എന്നുള്ള വിഷയത്തിൽ സംസ്കാരം എന്നുള്ളതിനെ ഞാൻ മറക്കാൻ പോവുകയാണ്. ഭാരതീയമായത് എന്ത്, അത് അതിൻ്റെ സ്വഭാവവുമാണ്, അതുകൊണ്ട് അത് സംസ്കാരവുമാണ് എന്ന മട്ടിൽ ഞാൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ നിർവചനങ്ങളിലേക്കുമൊക്കെ കടന്നുപോയാൽ അത് താർക്കികന്മാരുടെ ഒരു പ്രിയപ്പെട്ട മേഖലയാണ് സംസ്കാരത്തെപ്പറ്റി. അതുകൊണ്ട് ഞാൻ ആ മട്ടിൽ പറയുന്നില്ല. മനുഷ്യൻ ജീവിച്ചു വരുമ്പോൾ, ഒരു സമൂഹമായി ജീവിച്ചു വരുമ്പോൾ, ആ ജീവിതത്തിന് ഒരു സമഷ്ടിയിലുള്ള ഒരു പ്രകാശമുണ്ടായിരിക്കും. സമഷ്ടിയായിട്ടൊരു പ്രകാശം. അതൊരു മനുഷ്യന് അവൻ്റെ വ്യക്തിത്വം എന്നതുപോലെ സമൂഹത്തിന് കുറേ കാലത്തെ ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഒരു വ്യക്തിത്വം വരും. മനുഷ്യൻ്റെ ഈ വ്യക്തിത്വം അവൻ്റെ മനസ്സിൻ്റെയും അതുപോലെ തന്നെ അതിന് പിറകിലുള്ള ആത്മാവിൻ്റെയും പ്രകാശം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ സമൂഹത്തിനും അതുപോലെ തന്നെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ വരുന്ന ഈ വ്യക്തിത്വത്തിൻ്റെ അടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ സമൂഹത്തിലെ മനസ്സിൻ്റെയും മനസ്സിനപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സൂക്ഷ്മ ഘടകമുണ്ടെങ്കിൽ അതിൻ്റെയും പ്രകാശത്തിൻ്റെ ഫലമായി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് സംസ്കാരത്തെപ്പറ്റി ആ മട്ടിലേ നമുക്ക് പറയേണ്ടതുള്ളൂ. അത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെറുതായിട്ട് ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ഒരു മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് കൂട്ടായിട്ടുള്ള ഒരു സ്വഭാവം വരുന്നു. അതൊരു അസാധാരണതയാണ്. സജീവ വസ്തുക്കളുടെ ഒരു അസാധാരണതയാണ് അത്. അത്തരത്തിൽ മനുഷ്യൻ സമൂഹത്തിൽ കഴിയുമ്പോൾ പ്രത്യേകമായിട്ട് ചില സ്വഭാവങ്ങൾ വരും. ഇത് നമ്മൾ തമാശയായിട്ട് ഒരുപക്ഷെ നിങ്ങൾ പലതും മനസ്സിലാക്കി കാണും. ജർമ്മൻകാരനും ഫ്രഞ്ചുകാരനും റഷ്യക്കാരനും ഇംഗ്ലണ്ടുകാരനും ഒന്നിച്ച് തടവ് മുറിയിൽ കിടക്കുന്ന സമയത്ത് ഓരോരാളും തങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന തരത്തിൽ സംഭാഷണം ചെയ്യുമ്പോൾ ഇവരുടെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകതകൾ ഈ സംഭാഷണങ്ങൾ പ്രതിഫലിക്കുന്നതിനെപ്പറ്റി എത്രയോ തമാശകൾ റീഡേഴ്സ് ഡൈജസ്റ്റ് തുടങ്ങിയ പത്രങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒന്നിച്ച് ജീവിക്കുമ്പോൾ ജർമ്മൻകാരൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ റഷ്യക്കാരൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു, പിന്നെ അമേരിക്കക്കാരൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു. ഞാൻ കേട്ട ഒരു വലിയ തമാശ, ഈ റഷ്യക്കാരനും അമേരിക്കക്കാരനും ജർമ്മൻകാരനും ഇംഗ്ലീഷുകാരനും എല്ലാം കൂടെ ആനയെ പഠിക്കാൻ പോയൊരു കഥയുണ്ട്. ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ സമഷ്ടിയായി ജീവിക്കുമ്പോൾ ഈ ഒന്നിച്ചുള്ള അവൻ്റെ ദീർഘകാല ജീവിതം അവൻ്റെ ജീവിതത്തിന്, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് അപ്പുറത്തുള്ള ഒരു വലിയ വലുപ്പത്തിൻ്റെ സ്വഭാവം കൊടുക്കും എന്നുള്ളത് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു സത്യമാണ് എന്നതിന് ഉദാഹരണമായാണ് സംസ്കാരത്തെപ്പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ താന്താങ്ങളുടെ രാജ്യങ്ങളുടെ പ്രത്യേകതകൾ അവരുടെ സംഭാഷണത്തിൽ പ്രതിഫലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുള്ള പല പല തമാശകൾ. അതിലൊന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ആനയെ പറ്റിയുള്ളത്. അപ്പോൾ അമേരിക്കക്കാരൻ ആനയെ പറ്റി 2 കൊല്ലം പഠിച്ചു. ബാക്കിയായത് ആനയുടെ നന്മ കൊണ്ടാണ്. ആനയെ 2 കൊല്ലം അടുത്ത് ചെന്ന് പഠിച്ചിട്ട് ഒരുത്തൻ ബാക്കിയാവണമെങ്കിൽ ആന എത്ര നല്ല ഭാരതീയ ഗജമായിരിക്കണം. അല്ലാതെ അങ്ങനെ അമേരിക്കക്കാരൻ ബാക്കിയായി. അതുപോലെ ഇംഗ്ലീഷുകാരൻ ചെന്ന് പഠിച്ചു, ബാക്കിയായി. ജർമ്മൻകാരൻ എന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് അവൻ്റെ ഈ സമഷ്ടിയിൽ അവന് വരുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ അത് കാണുന്നത്. ജർമ്മൻകാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ജർമ്മൻകാരൻ ഒരു വലിയ ഗവേഷണ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ആനയുടെ ജീവിതത്തിൻ്റെ സവിശേഷതകൾ ഒരു 25 അപ്പൻഡിക്സും ഫുട്നോട്ടും റെഫറൻസും ബിബ്ലിയോഗ്രഫിയും ഒക്കെ ആയിട്ട് ആന ഇതുപോലെ കഷ്ടപ്പെടാനില്ല. അങ്ങനെയുള്ള ഒരു വലിയ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. അമേരിക്കക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദി കമേഴ്ഷ്യൽ യൂസസ് ഓഫ് ദ സ്പീഷീസ് നോൺ ആസ് എന്നും പറഞ്ഞിട്ട് ആനയുടെ ആ ഒരു ഈ ലാറ്റിൻ പേരും പറഞ്ഞ് ഒരു ചെറിയ ഒരു പരസ്യത്തിൻ്റെ മാതിരിയുള്ള ഒരു സാധനം ധാരാളം പടങ്ങളോടുകൂടെ അവൻ പ്രസിദ്ധീകരിച്ചു. അമേരിക്കക്കാരൻ അത്രയും സാധിക്കും അവന്.
ഫ്രഞ്ചുകാരൻ അവനും ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവനിതെല്ലാം കൂടെ നോക്കിയിട്ട് പറഞ്ഞു ദി ലവ് ലൈഫ് ഓഫ് എലിഫന്റ് എന്ന് പറഞ്ഞിട്ട് അവൻ ആനയുടെ പ്രണയ ജീവിതം കാണണമല്ലോ, അവനതാണ്. അപ്പൊ ഇത്തരത്തിൽ അത് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇവൻ ഈ അറിവിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ, അറിവ് സമ്പാദിക്കുന്ന സമയത്ത് എല്ലാ അറിവും സമ്പാദിച്ചവരാണ്. അമേരിക്കക്കാരനും പ്രണയ ജീവിതമൊക്കെ കണ്ടു കാണും, പക്ഷെ അവനത് തള്ളിയിരിക്കുകയാണ്. കമേഴ്ഷ്യൽ യൂസാണ് അവനാവശ്യം. അതുകൊണ്ട് ആനക്കൊമ്പ് അത് ഇത് ഒക്കെയാണ് അവൻ എഴുതിയത്. ജർമ്മൻകാരൻ എല്ലാം അപ്പൻഡിക്സോട് കൂടെയാണ്, അവന്റെ രോഗമാണത്. അങ്ങനെയാണ് ഈ അപ്പൻഡിക്സ് ഒരു രോഗമാകുന്നത്. വൈജ്ഞാനിക ജീവിതത്തിലെ ഒരു വലിയ രോഗമാണ് ഈ അപ്പൻഡിക്സ് കൂടുതലും പിന്നെ ഈ മാറ്റർ കുറയുകയും ചെയ്യുമ്പോൾ അതാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ട. ഉടനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് 24 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ മരണമാണ് ഫലം. അങ്ങനെ അപ്പൻഡിക്സ്. പിന്നെ ഈ ഇവിടെയാണ് ഈ സവിശേഷത. ഇന്ത്യക്കാരൻ എന്ത് ചെയ്യും? ഇന്ത്യക്കാരനെ പറ്റി പറയണ്ട, അവൻ പണ്ടേ അതിനെ ദൈവമാക്കി ആരാധിച്ചു കഴിഞ്ഞിരിക്കുക. പിന്നെ അതിൽ വേറെയൊന്നുമില്ല. ഇത്രയും വലിയൊരു ജീവി ഈ കാട്ടിൻ്റെ അധിപനായി എന്നിട്ട് ഈ സൗമ്യതയോടുകൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഇത് ഈ ഭൂലോകത്തിലെ ദൈവം തന്നെയാണ്. അങ്ങനെ അവൻ ദൈവമായി, ദൈവത്തിന് മക്കളായി, അങ്ങനെ സകുടുംബം, സസുഖം, സംതൃപ്ത കുടുംബം ആയിട്ട് കഴിയുകയാണ്. അപ്പൊ ആ മട്ടിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അത് ഈ ലോകത്തിലെ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാകുവാനുള്ള ചരിത്രപരമായ നിയുക്തത ലഭിച്ച ഒരു രാഷ്ട്രം തീർച്ചയായും ഇന്ത്യയാണ്. കാരണം ഈ നീണ്ട കാലങ്ങളിലൂടെ അതിൻ്റെ ജീവിതം ഈ രാജ്യത്തിൽ ഒഴുകി വരുന്ന സിന്ധുവിൻ്റെയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ആ ജീവിതമുണ്ടല്ലോ, വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പോയിട്ട് അവസാനം അത് അതിവിപുലമായ ഒരു സാഗരത്തിൽ ചെന്ന് വിലയം പ്രാപിക്കുന്ന ഒരു മഹാജീവിതം. ആ ജീവിതത്തെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് എന്നതിന് വണ്ണം ഇന്ത്യ അതിൻ്റെ ഒരു 5000 കൊല്ലത്തെ ജീവിതം അതിവിവിധമായ മേഖലകളിലൂടെ ഈ പ്രതിബന്ധങ്ങളെ മുഴുവൻ കണ്ട് നേരിട്ട് അതിനെ ഉപേക്ഷിക്കുന്ന വിധത്തിൽ വഴിമാറി ചെന്ന് അത് അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആത്യന്തികമായ ഒരു വിലയത്തിൽ എത്തിച്ചേർന്നത് മറ്റേത് രാഷ്ട്രത്തെക്കാളും കഴിയുന്ന വിധത്തിൽ അതിന് മഹനീയമായ ഒരു പാരമ്പര്യത്തിലൂടെ വികസിക്കുവാൻ എങ്ങനെയോ ചരിത്രം അതിനെ അനുവദിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ നാം ഏത് കുഗ്രാമത്തിലും, ചരിത്രം എന്ത് എന്നറിയാത്ത ഏത് കുഗ്രാമത്തിൽ ചെന്നാലും അവിടുത്തെ ഗ്രാമീണ വൃദ്ധജനങ്ങളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും തങ്ങളുടെ ഈ ജീവിതം ബാഹ്യലോകത്തിനോട് ബന്ധപ്പെടുന്ന യാതൊരു ശാസ്ത്രീയ സൗകര്യങ്ങളും ഇല്ലാത്തതും ഉണ്ട് എന്ന് സ്വപ്നം കാണാത്തതുമായ ഒരു ഗ്രാമപ്രദേശത്തിലെ വൃദ്ധജനങ്ങൾ തങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം, തങ്ങൾ കണ്ടിട്ടില്ലാത്തതും പുസ്തകം വായിച്ചറിഞ്ഞിട്ടില്ലാത്തതും മാപ്പ് നോക്കിയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടില്ലാത്തതുമായ ഒരു വലിയ ഇന്ത്യ എന്നതിൻ്റെ ഒരു അവിഭാജ്യമായ ഘടകമാണ് എന്ന് ധരിക്കത്തക്ക വിധത്തിൽ അവരുടെ ഹൃദയത്തിൽ ഈ പ്രദേശത്തെ വിപുലമായ ഇന്ത്യയുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തുന്ന അനേകം അടിസ്ഥാനരഹിതങ്ങളായ എന്ന് നാം ആക്ഷേപിക്കുന്ന കഥകൾ എത്രയോ ഉറങ്ങിക്കിടക്കുന്നു. അത് നിങ്ങൾ ഇവിടെ വടകരയിൽ കുന്നും പുറത്ത് കയറിയാൽ അവർ പറയും, ഇതാ ഈ പാറയിൽ അല്പം ഒരു താഴ്ച കാണുന്നില്ലേ, ഒരു കാലടി, അത് പണ്ട് ശ്രീരാമൻ ഇതിലൂടെ നടന്നു പോകുമ്പോൾ അല്പം താണുപോയതാണ് ഈ കാലിൻ്റെ ഗൗരവം കൊണ്ട്. അപ്പോഴാരും ചോദിക്കുകയില്ല ശ്രീരാമൻ എത്ര കാല്, ഒരു കാല് മാത്രമാണോ അല്ല 2, രാവണനെ പോലെ 20 കാലോ എന്നും ചോദിക്കുകയില്ല. ഇത് കാണിക്കുന്നത് ഇതൊരു ചരിത്രബോധമാണ്. തനിക്ക് അജ്ഞതയുടെ മറവിലൂടെയും അവഭാസിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ വിപുലമായ ഒരു ജീവിതം അവൻ്റെ അന്തരാത്മാവിലൂടെ പ്രതിഫലിക്കുന്നതിനെ സാക്ഷാത്കരിക്കത്തക്ക വിധത്തിൽ അവനെ പോലുള്ളവരുടെ ഒരു തലമുറകളുടെ പരമ്പര സൃഷ്ടിച്ച മഹനീയമായൊരു കഥ. ആ കഥയുടെ ഒരു ഉദ്ഘാതാവ് എന്ന നിലയ്ക്ക് അയാൾ പറയുകയാണ്, ഇത് ഇങ്ങനെയാണ്. കർണാടകത്തിൽ നിങ്ങൾ ചെന്നിട്ട് ഇതുപോലെ നടന്നു പോകുന്നത്, ഞാൻ അവിടെ പഠിച്ചവനാണ്.